സാംസങ് ഗാലക്സി S26 അൾട്രയിൽ 8-bit ഡിസ്പ്ലേ ആണോ അതോ 10-bit ഡിസ്പ്ലേ ആണോ? കഴിഞ്ഞ ദിവസം ഞാൻ ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായി. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് ശേഷം സാംസങ് ഒരു 10-bit ഡിസ്പ്ലേ കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന്. പക്ഷെ ആ വീഡിയോ ഇട്ട് കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഒരു ആർട്ടിക്കിൾ വന്നു, S26 അൾട്രയിൽ 8-bit ഡിസ്പ്ലേ ആണ് എന്ന് സാംസങ്ങിന്റെ ഏതോ സ്പോക്സ് പേഴ്സൺ പറഞ്ഞു എന്ന്. പക്ഷെ ഞാൻ ആ വീഡിയോയിൽ S26 അൾട്രയിലുള്ള ഡിസ്പ്ലേ S25 അൾട്രയിലെ ഡിസ്പ്ലേനെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണെന്നും കുറച്ചുകൂടി ബെറ്റർ കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു. പക്ഷെ രണ്ടിലും 8-bit ഡിസ്പ്ലേ ആണെങ്കിൽ പിന്നെ എങ്ങനെ S26 അൾട്രയിലെ ഡിസ്പ്ലേ ഇതിനേക്കാളും ബെറ്റർ ആവും? സത്യത്തിൽ ഇതിനകത്ത് 10-bit ഡിസ്പ്ലേ തന്നെയാണ്. ഈ രണ്ട് സ്മാർട്ട് ഫോൺസ് ഞാൻ യൂട്യൂബിൽ ഒരു 4K HDR വീഡിയോ പ്ലേ ചെയ്യാം. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ രണ്ടും ഏകദേശം ഒരേപോലെ ഇരിക്കും. ക്യാമറയിൽ എത്രത്തോളം കാണുമെന്നറിയില്ല. പക്ഷെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ S25 അൾട്രയിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ബാൻഡിങ് കാണാൻ പറ്റും. അതായത് ആ ഒരു ഗ്രേഡിയന്റ് പ്രോപ്പർ ആയിട്ടല്ല പോയിരിക്കുന്നത്. എന്നാൽ അതേ വീഡിയോ S26 അൾട്രയിൽ പ്രോപ്പർ ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഒരു ബാൻഡിങ്ങും ഇല്ലാതെ കാണുന്നുണ്ട്. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് FRC അഥവാ ഫ്രെയിം റേറ്റ് കൺട്രോൾ. സോ ഇതിനകത്ത് 8-bit ഡിസ്പ്ലേ ആണെങ്കിലും ഈ FRC വെച്ച് ഇതിനെ നമ്മൾക്കൊരു 10-bit ഡിസ്പ്ലേ ആക്കി മാറ്റാൻ പറ്റും. സംഭവം വർക്ക് ചെയ്യുന്നത് ഇതിനകത്തുള്ള ഓരോ പിക്സൽ ഉണ്ടല്ലോ, അതിനകത്ത് 2 ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും. പക്ഷെ അത് ക്വിക്കലി അങ്ങോട്ട് ഇങ്ങോട്ട് ഓണും ഓഫ് ആകുമ്പോൾ നമ്മുടെ കണ്ണിന് ആ രണ്ട് കളറും ഒരുമിച്ച് ബ്ലെൻഡായി മൂന്നാമതൊരു കളറായിട്ട് കാണുകയും നമ്മൾക്ക് ആ രണ്ട് കളറിനെയും ഇടയ്ക്കുള്ള കളർ അവിടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യും. സോ ടെക്നിക്കലി ഒരു 10-bit ഡിസ്പ്ലേയിൽ കാണുന്ന അതേ ഒരു ക്വാളിറ്റിയിൽ കാണാൻ പറ്റും. ഈ FRC ടെക്നോളജി പല മോണിറ്റേഴ്സിലും ഉണ്ട്. ആൻഡ് FRC ഉള്ളൊരു 10-bit ഡിസ്പ്ലേയും അതേപോലെ ഒരു ആക്ച്വൽ 10-bit ഡിസ്പ്ലേയും തമ്മിൽ കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഡിഫറൻസസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. സോ ഇപ്പൊ മനസ്സിലായല്ലേ എന്തുകൊണ്ടാണ് രണ്ടിലും 8-bit ഡിസ്പ്ലേ ആണെങ്കിലും S26 അൾട്രയുടെ ഡിസ്പ്ലേ കുറച്ചുകൂടി ബെറ്റർ ആയി കാണുന്നതെന്ന്. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ഫോളോ ചെയ്യാൻ മറക്കണ്ട.